ലോക്കിലാണ് ഐശ്വര്യ എനിക്ക് നല്ല ഭാഗ്യമുണ്ടല്ലോ. അതിനില്ല കേട്ടോ, അതിനില്ല, എനിക്ക് പറ്റില്ല. സ്വന്തം വേണ്ട വേണ്ട മനസ്സിലാവും. ഓക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ഗസ് ചെയ്യണ്ടേ? എന്താ ഞാൻ പറയണ്ട, കിട്ടുന്ന ആളെ കുറിച്ചാണോ അതോ പിന്നെ പിന്നെ ഞാനിങ്ങനെ ഗസ് ചെയ്യുന്നത്? ഞാൻ ഗിഫ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ആദ്യം കിട്ടുന്ന ആളെ കുറിച്ച് പറയാം. കിട്ടുന്ന ആൾക്കെന്ന് പറഞ്ഞാൽ ഇനി ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അൺബോക്സ് ചെയ്ത് എനിക്ക് ഏറ്റവും പാടിടാൻ പോണത് ഒരു പ്രതിമ പോലത്തെ സാധനമാണ്. നിന്റെ അതേ ചായയുണ്ട്, കൊരങ്ങനെ ഇരിക്കും, കൊരങ്ങനല്ല, പക്ഷെ നിന്റെ അതേ ഷേപ്പാണ്. നിന്റെ ഒരു എന്താണ് ഒരു ചായ ബുദ്ധിയാണ്. അങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം ഉണ്ടല്ലോ. മറ്റേ സാധനം ഇങ്ങനെ ഇങ്ങനെ വണ്ണൊക്കെ വെച്ചിട്ടിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതൊന്നും ഇങ്ങനെ ഇങ്ങനെ വാ വാ എന്ന് പറഞ്ഞുള്ള ഇതാണോ? എനിക്കതൊന്നും പന്നി. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത്, അയ്യോ എനിക്കിത് ഓപ്പൺ ചെയ്ത്, അയ്യോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനിയിപ്പോ മനസ്സിലാവും. ഇനിയിപ്പോ എല്ലാവർക്കും അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനോടാ. ഇത് ഞാൻ എടുത്തു, ഞാൻ നല്ലത് ഉദ്ദേശിച്ചിട്ടില്ല. അത് ഞാൻ എടുത്തോണ്ട് അതല്ല. ക്രിസ്മസ് ചെറുതായിട്ട് ഇന്നലെ ആയിരുന്നു. എന്റെ ഫോണിന്റെ സ്പേസിലാട്ടോ, ഞാൻ ആദ്യത്തെ പൊട്ടിക്കുള്ളൂ കേട്ടോ. കഷ്ടമാണ്, മുറിയരുത്. എന്റെ ഫോണിന്റെ സ്പേസ് എന്തായാലും എനിക്ക് ഗിഫ്റ്റ് പൊട്ടിക്കുന്നത് സൂപ്പറായിട്ട് പൊട്ടിക്കും. എനിക്കിഷ്ടപ്പെട്ടു. ഒന്നുമില്ല, നീ ഇതിന് പൈസ ഇട്ട് നിറയേണ്ടത് എനിക്ക് തരില്ല. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ലോട്ട് ഞാൻ ഇതിലൂടെ ഓപ്പൺ ചെയ്യുന്ന ഇട്ടിട്ട് ഓപ്പൺ ചെയ്യുന്ന. അയ്യോ അതിന് പൊളിക്കണം, മുറിക്കണം. പൊളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, മുറിക്കണ്ടോ വെച്ചു. നല്ലല്ലേ ഗൈസ്? നമുക്ക് ഇതിന്റെ ഷേപ്പ്. എടാ എന്റെ ഗിഫ്റ്റ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇങ്ങനൊന്നും അല്ല. നീ പറ, എന്റെ സാധനം ഇങ്ങനെ വെച്ചേക്കോ. ഈ പുള്ളിക്കാരിക്ക് ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കര സൂപ്പറാണ്. ചുമ്മാ മിണ്ടരുത്, കുറച്ചുകൂടെ നന്നായിട്ട് പറ. ഞാനെനിക്ക് എഡിറ്റ് ചെയ്യുന്നത്, ഞാനതൊക്കെ കണ്ടിരുന്നു. അവർക്ക് മനസ്സിലായി. അതെന്നാ വെച്ചാൽ പറയാം. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഭയങ്കര ബുദ്ധിയായിരിക്കും, സൂപ്പറാണ്. ഞങ്ങളുടെ കൂടെ പോയപ്പോൾ പിന്നെ മൊത്തം പോയി, ഉള്ള കിളിയും കൂടെ പോയൊരു സാധനമാണ്. പിന്നെ എന്താ പറയുക, ഇത്തിരിയേ ഉള്ളൂ, പക്ഷെ നല്ല രസമാണ് കാണാൻ. ഞാൻ വലിയ എക്സ്പ്രഷൻ ഇട്ട് എന്നെ കുറിച്ചാണ് പറയുന്നത്. അവളല്ല, ചെറുതായിട്ട് ആരാന്ന് മനസ്സിലായില്ല. എന്റെ ഗിഫ്റ്റ് അതൊരു കമ്മലാണ്. ചിലപ്പോൾ ഞാൻ ഓടിച്ചിട്ട് അടിക്കും, എന്നാലും ഞാനത് കൊള്ളും. എനിക്ക് കുറച്ച് ഞാൻ എന്റെ അത് ഏറ്റവും ഭംഗിയുള്ള ഗിഫ്റ്റ് കാണാൻ. അതെ, ഇങ്ങനെ കാണാൻ മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ട് എനിക്ക് സാധനം വേണം. ചെറുതായിട്ട് ഞങ്ങൾ ഒട്ടിട്ട് അത് കുഴപ്പമില്ല. ഇനി വയ്ക്കണേ. ചോക്ലേറ്റ് ഇപ്പൊ ഞങ്ങളൊന്നും പിശിക്കിട്ടില്ല. ഇല്ല, ഫുൾ പിശിക്കാനായിരുന്നു പറഞ്ഞു. അപ്പൊ പിന്നെ അതായിരുന്നു. അല്ല, ഞാൻ പിശിക്കാൻ പറ്റും.
ഇവിടെ കെട്ടിത്തരട്ടെ. ഓൾറെഡി ഒരു കെട്ടുണ്ട്. നിങ്ങൾക്ക് ഉള്ളതും ഉണ്ട്. അപ്പൊ ഇനി അച്ഛത്ത് വരെ ഈ സമയത്ത് പിന്നെ വെള്ളം മൊത്തം പോയി കാണും. ആ വെള്ളമൊക്കെ പോയിട്ടില്ല, ഞാൻ വീട്ടിൽ വന്നു. ചോക്ലേറ്റ് ആണ് ഗൈസ്. ഇത് നല്ലതാണോ? അത് കൊള്ളാം. ഇത് കൊള്ളാലോ. അത് ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ കുർത്ത ഒരു ദിവസം ഇടാം, അപ്പൊ അന്ന് ഞാൻ അതെ, ഞങ്ങൾ ക്രിസ്മസിന് ഇല്ലാത്ത ഞങ്ങൾ തന്നെ സെലിബ്രേറ്റ് ചെയ്തു. ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് വൈകിട്ട് നല്ലതാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതോ സൂപ്പർ. ഓക്കെ, ഇനി എന്റെ അല്ലേ, നീ പിടിക്കുന്ന. ഇനിയിപ്പോ എനിക്ക് ആളെ മനസ്സിലായോ? ഇല്ല, ഞാൻ പറയട്ടെ. ഓ ഇതിപ്പോ എങ്ങനെ ഞാൻ പെക്കും? അങ്ങനെ ഇടിച്ചാ നീ പിടിക്ക്. നീ ഇങ്ങനെ പിടിക്കും. ഓ, ഞാനിങ്ങനെ പിടിക്കണം. ആ, ഓക്കെ. എടാ, ഇത് ശരിയാവണില്ല. നീ എന്നെ പിടിച്ച്. അതെ, നല്ല സർപ്രൈസ്. ഓക്കെ, എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട്, എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് എന്തിപ്പോൾ പറയാൻ കിട്ടുന്നില്ല. എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് കട്ടൻ കാപ്പിയുടെ കളറുള്ള കണ്ണാണ്. എപ്പോൾ കണ്ടാലും ഞാൻ എപ്പോൾ നോക്കുമ്പോൾ ചിരിച്ചോണ്ടേ ഇരിക്കുന്നു ഇവരുടെ കൂടെ. ഞാൻ എപ്പോൾ ബാക്കിൽ മമ്മിയമ്മ വിളിക്കുന്നുണ്ട്. ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ട് എടുക്കാട്ടോ. ഓക്കെ, എന്നിട്ട് എനിക്ക് പിന്നെന്താ പറയാ, പിന്നെ ഭയങ്കര നീണ്ട മുടിയൊക്കെ ആയിട്ട് എപ്പോൾ കണ്ടാലും എന്ത് ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ഇത് ഇങ്ങനെ കാണിക്കും. ഇത് ഇങ്ങനെ, എന്നിട്ട് രണ്ട് പോസാണുള്ളത്. ഇങ്ങനെ ഈ ആ മുടി രണ്ടും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യും. പിന്നെ വേറുള്ള പോസ് ഉള്ളത് മുടി അഴിച്ചിട്ടിട്ട് ഇങ്ങനെ. പിന്നെ റീൽ ഒബ്സെഷൻ എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. എപ്പോൾ കണ്ടാലും റീൽ എഡിറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു എനിക്കായിരിക്കും എഡിറ്റിങ്ങിൻ്റെ പാഷനൊക്കെ, പക്ഷെ അത് ചുമ്മാതെ ഇവളാണ് എവിടെ നിന്നൊക്കെയോ കണ്ട ഡയലോഗ്സും ഒക്കെ ഇട്ട് ഞാൻ സൂപ്പറാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത്രേ പറയാനുള്ളൂ. എനിക്കൊന്നും പറയാനില്ല. ഇനിയൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഗിഫ്റ്റിനെ കുറിച്ച് പറയാം. എൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ അകത്ത് പോകുന്നു ഫുഡായിരിക്കും. ഫുഡ് പക്ഷേ സ്വീറ്റാണ്. സ്വീറ്റ് സോനാപപ്പടി. അതെ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് വെച്ചാൽ ഫുഡ്. അത് പേടയല്ല, കേക്കല്ല. കേക്ക് ഈ സാധനം കപ്പ് കേക്ക്. കപ്പ് കേക്ക് അല്ല, വേറെ ഡോണറ്റ്. ഡോണറ്റ്. എന്റെ ഡോണറ്റ് നമുക്ക് ഇപ്പൊ തന്നെ കേൾക്കാം. വേറെ നിനക്ക് ഒരാൾക്കും കൂടെ ഒരു ഗിഫ്റ്റ്. ഇതില് നിങ്ങൾ എന്റെ മുട്ടി ഇതില് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ഫൈറ്റ് ചെയ്തെടുക്കും. ഇത് ക്ലോസ് ചെയ്തു. അത് ഇത് രണ്ടും നീ എടുത്തോ. എനിക്ക് ഈ കളർ രണ്ടും വേണ്ട, നീ രണ്ടും എടുത്തു. ആ, ഓക്കെ. എടാ, ഞാൻ ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്നു. നാളെ വരാതെ എനിക്ക് നല്ലതാണല്ലോ ഗിഫ്റ്റ്. കിട്ടുന്നതിന് വലിയ കുഴപ്പമുണ്ടോ? എനിക്ക് പിന്നെ എക്സ്ട്രാ വാങ്ങിച്ചു തരണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്നൊക്കെ നമ്മൾ വാങ്ങിച്ചു തന്നില്ല. ഞാനൊന്നും പറയുന്നു. ഓക്കെ ഓക്കെ ഗൈസ്, എത്ര